അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിന്റെ സുരക്ഷാ തലപ്പത്തും വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് US ചാര സംഘടനകളിൽ വൻ അഴിച്ചുപണിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെട്ടിനിരത്തലുകൾക്കാണ് ഇപ്പോൾ വാഷിംഗ്ടൺ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ താൽക്കാലിക ഡയറക്ടറായി ചുമതലയേറ്റ ബിൽ പുൾട്ടെ ഉൾപ്പെടെ ചാരസംഘടനകളിലെ ഡസൻ കണക്കിന് മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് ഒറ്റയടിക്ക് പദവികളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഉള്ളിലിരുന്ന് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് ഈ ശുദ്ധീകരണമെന്നാണ് ട്രംപ് അനുകൂല കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. CIA, NSA ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ 18 ചാരസംഘടനകളുടെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസിലാണ് ഈ അപ്രതീക്ഷിത മിന്നൽ വേട്ട നടന്നിരിക്കുന്നത്. ഈ നടപടി US ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായി മാറിയിരിക്കുകയാണ്. മുൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഖബാഡ് അപ്രതീക്ഷിതമായി പദവി ഒഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ നാടകീയമായ നീക്കങ്ങൾ അരങ്ങേറിയത്. തുളസി ഖബാഡിന്റെ പിൻഗാമിയായി എത്തിയ ബിൽ പുൾട്ടെ ട്രംപിന്റെ വിശ്വസ്തനായ വ്യവസായിയും സോഷ്യൽ മീഡിയ പ്രമുഖനുമാണ്. ചാരസംഘടനകളുടെ തലപ്പത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വേണമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ പരസ്യമായ നിലപാടിന് പിന്നാലെയാണ് പുൾട്ടെ ഈ കടുത്ത വെട്ടിനിരത്തലുകളിലേക്ക് കടന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടിക്കെതിരെ അമേരിക്കൻ കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗങ്ങളും ചില റിപ്പബ്ലിക്കൻ നേതാക്കളും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷാ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ പുറത്താക്കുന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്നവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ചാര സംഘടനകളിലെ രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കാനാണ് ഈ നീക്കമെന്നാണ് വൈറ്റ് ഹൌസിന്റെ വാദം. വർഷങ്ങളായി US ഇന്റലിജൻസ് ഏജൻസികളിൽ വേരൂന്നിയ ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ തകർക്കുക എന്നത് ട്രംപിന്റെ പ്രധാന രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ചാരസംഘടനകൾ പലപ്പോഴും തനിക്കെതിരെയും തന്റെ നയങ്ങൾക്കെതിരെയും രഹസ്യമായി നീക്കം നടത്തുന്നുണ്ടെന്ന് ട്രംപ് മുൻപും ആരോപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ പുൾട്ടെയെ മുന്നിൽ നിർത്തി ട്രംപ് ഈ വൻ അഴിച്ചുപണിക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കൂട്ടപ്പിരിച്ചുവിടൽ CIA പോലെയുള്ള ഏജൻസികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും അന്താരാഷ്ട്ര തലത്തിലുള്ള കൗണ്ടർ ഇന്റലിജൻസ് ഓപ്പറേഷനുകളെയും ബാധിച്ചേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അനുഭവ സമ്പത്തുള്ള തലമുറ പെട്ടെന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിടവ് നികത്തുക എന്നത് പുതിയ നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായിരിക്കും. ഇത് വിദേശ രാജ്യങ്ങളിലെ US ചാര ശൃംഖലകളെ പോലും ദുർബലമാക്കിയേക്കാം. ബിൽ പുൾട്ടെയുടെ ഈ വിപുലീകൃത റോളും പെട്ടെന്നുള്ള തീരുമാനങ്ങളും വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളെയാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇന്റലിജൻസ് മേഖലയിൽ മുൻപരിചയമില്ലാത്ത ഒരാൾ ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന് നടത്തുന്ന വെട്ടിനിരത്തലുകൾ ഭരണഘടനാപരമായ പ്രതിസന്ധികളിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയും ശക്തമാണ്. എന്നാൽ ട്രംപിന്റെ പൂർണ്ണ പിന്തുണയുള്ളതിനാൽ പുൾട്ടെ തന്റെ ശുദ്ധീകരണ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ കൂടുതൽ ഏജൻസികളിലേക്ക് ഈ മിന്നൽ വേട്ട വ്യാപിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ODNAയിൽ തുടങ്ങിയ ഈ അഴിച്ചുപണി മറ്റ് സുരക്ഷാ വിഭാഗങ്ങളിലേക്കും നീളുന്നത് ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത ഭീഷണി പടർത്തിയിട്ടുണ്ട്. ഭരണകൂടത്തോട് പൂർണ്ണമായ കൂറ് പുലർത്തുന്നവരെ മാത്രം പ്രധാന പദവികളിൽ നിയമിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അമേരിക്കയുടെ ഈ ആഭ്യന്തര അഴിച്ചുപണി അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയായി കഴിഞ്ഞു. നാറ്റോ സഖ്യകക്ഷികളും മറ്റ് സൗഹൃദ രാജ്യങ്ങളും ഈ മാറ്റങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. US ചാര സംഘടനകളുമായി രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കുന്ന വിദേശ ഏജൻസികൾ ഈ പുതിയ സാഹചര്യത്തിൽ വിവരങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കാകുലരാണ്. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ ജനാധിപത്യ സംവിധാനത്തിന് മേലുള്ള കടുത്ത കടന്നുകയറ്റമായാണ് വിലയിരുത്തുന്നത്. ചാരസംഘടനകളെ സ്വന്തം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഇത് അമേരിക്കൻ സുരക്ഷാ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറുമെന്നും അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഭരണകൂടവും ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഈ തുറന്ന യുദ്ധം വരും ദിവസങ്ങളിൽ US കോടതികളിലേക്കും നീളാൻ സാധ്യതയുണ്ട്. നിയമവിരുദ്ധമായി തങ്ങളെ പിരിച്ചുവിട്ടതിനെതിരെ ചില ഉദ്യോഗസ്ഥർ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് ട്രംപ് സർക്കാരിന് പുതിയൊരു നിയമ പോരാട്ടത്തിന് വഴി തുറന്നേക്കാം. ഇന്റലിജൻസ് തലപ്പത്തെ ഈ വൻ മാറ്റങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിലൊന്നായി ഇതിനകം മാറിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയേക്കാൾ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം വരാനിരിക്കുന്ന US തെരഞ്ഞെടുപ്പുകളിലും വലിയ ചർച്ചാ വിഷയമാകും.
എന്തായാലും ബിൽ പുൾട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വൻ ക്ലീനപ്പ് ഓപ്പറേഷൻ പകുതി വഴിയിൽ നിൽക്കില്ലെന്ന് തന്നെയാണ് വൈറ്റ് ഹൌസ് നൽകുന്ന സൂചന. കൂടുതൽ നാടകീയമായ മാറ്റങ്ങളും വെളിപ്പെടുത്തലുകളും വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുടെ ചാരക്കണ്ണുകൾക്ക് മേൽ ട്രംപ് നടത്തുന്ന ഈ പരീക്ഷണം വിജയിക്കുമോ അതോ തിരിച്ചടിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.